ബാനിസേ ബാനിസേ നമ്മളെടാ പോവാ എടാ പോവാ എടാ പോവാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ് ഗായ്സ്. വാണിച്ചേടെ നിക്കറ് ഉപ്പും അങ്ങനെ ഉണ്ട്? ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വണ്ടിയിലോട്ട് കയറിയിട്ട് ഫോൺ നോക്കിയപ്പോൾ ഈ മെസ്സേജാണ് കാണുന്നത്. ലച്ചു ആണ്. ലച്ചു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടേ കേട്ടോ, അവള് ആലപ്പുഴയിലുള്ളത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടാണ്. ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടെന്ന് മാത്രമല്ല നമ്മളോട് ഭയങ്കര കമ്പനി, ഒരു അനിയത്തിയെ പോലെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് തിരിച്ചും. അപ്പോൾ അവളിവിടെ കാട്ടിലമ്പലത്തിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവള് നേരത്തെ പറഞ്ഞില്ല. പക്ഷെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തായാലും ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ നമുക്ക് അന്ന് അമ്പലത്തിലൂടെ കയറാന്ന് പറഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ആ കാട്ടിലമ്പലത്തിലോട്ട് പോകാനുള്ള വഴി തിരിഞ്ഞപ്പോഴാണ് ഈ മെസ്സേജ് കാണുന്നത്. അപ്പോൾ എന്തോ നിമിത്തം പോലെ ഒരുപാട് കാലം കൊണ്ട് അവളെ കാണാൻ ആലപ്പുഴ പോകുമ്പം ഇനി കാണാമെന്നൊക്കെ കരുതിയിരുന്നതാണ്. എന്തായാലും എന്താണ്ട് അവള് കാട്ടിലമ്പലത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവള് മെസ്സേജ് അയച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അയ്യോ വരാൻ പറ്റത്തില്ലല്ലോ, നീ നേരത്തെ പറയാൻ എന്താ, നമുക്ക് കണ്ടുകൂടായിരുന്നു എന്നൊക്കെ ചോദിച്ച് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ താണ്ടേ ലച്ചുവിനെ കാണാൻ വേണ്ടിയിട്ട് തന്നെ പോവാണ്. ലച്ചുവിനെ അറിയത്തില്ല ഞങ്ങൾ അവളെ കാണാൻ വരുന്നുണ്ടെന്ന്. ഇപ്പം ലച്ചുവിന്റെ വിചാരം ഞങ്ങൾ വീട്ടിലാണെന്നാണ്. അപ്പൊ അവളിപ്പം എത്തിയിട്ട് തൊഴുതില്ലെന്ന് തോന്നുന്നു, അവിടെ നിൽക്കുകയാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾ എന്തായാലും ലച്ചുവിന് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. കരച്ച് ആള് നല്ലൊരു കിളിക്കാൻ പറ്റി. ഞങ്ങൾ ഭയങ്കര കാര്യം എപ്പോഴും അവള് കാണണം എന്നുള്ളൊരു കാര്യം പറയുമായിരുന്നു. അപ്പൊ ഇത് വലിയൊരു സർപ്രൈസ് ആയിട്ട് ലച്ചുവിനെ ഞെട്ടിക്കാൻ പോകും നമ്മള്. ഇനി ടാസ്ക്, ഇന്ന് നമ്മൾ മണികെട്ടമ്പലത്തിൽ നല്ല തിരക്കുണ്ട്. ഇന്ന് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ടാണ് തോന്നുന്നു. ഇത് വലിയൊരു ടാസ്ക്കാണ്. കാരണം ഇന്ന് മണികെട്ടമ്പലത്തിൽ നല്ല തിരക്കുണ്ട്. ബാനു ഉറങ്ങി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ലച്ചുവിനെ ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ സദ്യാലയത്തിലോട്ട് കയറിയിട്ടുണ്ട്. കഞ്ഞിയൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ എവിടെയെങ്കിലും അവൾ കാണുമായിരിക്കുമോ എന്ന് നോക്കാൻ വേണ്ടി ഇവിടെ നിന്ന് നോക്കി പോകണം. അമ്മ ഇവിടെ എല്ലാം കിടന്ന് നോക്കുക ലക്ഷ്മി ഒന്ന് കാണാൻ വേണ്ടി. ഇവിടെ എവിടെയോ നിൽപ്പുണ്ട് ഗായ്സ്. ഇവിടെ നിന്ന് കണ്ടുപിടിച്ച സർപ്രൈസ് കൊടുക്കാമായിരുന്നു. കണ്ടുപിടിച്ച് ലച്ചു ആണ് ഞങ്ങളെ കണ്ടുപിടിച്ചത്. അവൾ ഞങ്ങളെക്കാട്ടി മുന്നേ ഞങ്ങളെ കണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അമ്മയും അനിയനും അപ്പച്ചിയും അച്ഛനും എല്ലാവരും അവരൊരു ഫാമിലി ഫുള്ളായിട്ടായിരുന്നു നമ്മുടെ അമ്പലത്തിൽ വന്നിട്ടുള്ളത്. ഭയങ്കര സന്തോഷമായി. ലച്ചു ആണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം മെസ്സേജ് അയച്ചപ്പോഴൊക്കെ ഞാൻ അപ്പോഴും അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ വീട്ടിലാണ്, അനന്തേട്ടനില്ല, നീ നേരത്തെ പറഞ്ഞായിരുന്നേ വരായിരുന്നല്ലോ എന്നൊക്കെയാണ്. അപ്പോൾ അവൾക്ക് വലിയൊരു സർപ്രൈസാണ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ബാനു ആണെങ്കിൽ അത്രയും നേരം ഉറങ്ങിയിരുന്ന ബാനു ഇവളുടെ ബഹളമൊക്കെ കേട്ടങ്ങ് എഴുന്നേറ്റ് എല്ലാവരും എടുക്കുകയും അപ്പു അവളുടെ അനിയനുമായിട്ടാണ് കൂടുതൽ കമ്പനി ചെയ്ത് അവനും എടുത്തുകൊണ്ട് നിന്ന് ഒരുപാട് നേരം നമ്മൾ സംസാരിച്ച്. അച്ഛനും അമ്മയും അവളും എല്ലാവരും നമ്മളെ ആദ്യമായിട്ട് കാണുമായിരുന്നു. അതിൻ്റെ ഒരു സന്തോഷവും പെട്ടെന്ന് ഇവിടം വരെ വന്നിട്ട് നമ്മളെ കാണാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു. കുറേ നേരം അവരുമായിട്ട് നിന്ന് സംസാരിച്ച് അമ്പലത്തിൽ നിന്ന് ഉണ്ണിയപ്പമൊക്കെ വാങ്ങി കഴിച്ച് ഒരുപാട് നേരം അവരോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പോയത്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ടല്ല വന്നത്. ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ തോന്നി, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീണ്ടും നമ്മുടെ കരുനാഗപ്പള്ളിയിലേക്ക് പോയി. നമ്മുടെ മന്തി മനസ്സിലേക്ക് കയറി മന്തിയൊക്കെ കഴിച്ച് നമ്മുടെ ബാനുവിന് ഇത് ബേബി ചെയറിലോട്ടൊക്കെ ഇരുത്തി. ആദ്യമായിട്ടാണ് ബാനു ബേബി ചെയറിലിരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം ബാനുവിനും, പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റിയ സന്തോഷം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അടിപൊളി ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര സെറ്റ് ഫുഡാണ് നമ്മുടെ മന്തി മത്സരമുള്ള. അങ്ങനെ മന്തിയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ബാനു ഞങ്ങളെക്കാട്ടി വെയിറ്റിംഗ് ആണ്. അത് വേറെ ഒന്നുമല്ല, അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ഇവിടുത്തെ ലൈറ്റും സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ബാനു, ഞങ്ങളിവിടെ രണ്ടാമത്തെ തവണയാണ് വരുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ എത്ര തിരക്കുണ്ടെങ്കിലും ഫുഡ് അടിപൊളിയാണ്. വെയിറ്റ് ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല. നല്ല കിടിലും ഫുഡ് കഴിക്കാൻ പറ്റും മന്തി മനസ്സിൽ നിന്ന്. അങ്ങനെ വയറ് നിറച്ച് മന്തിയൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയത്.